നമസ്കാരം. നോർത്ത് ഇന്ത്യയല്ലാതെ സൗത്ത് ഇന്ത്യ കീഴടക്കാൻ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന് ഇതേവരെ കഴിഞ്ഞിരുന്നില്ല. പല രാഷ്ട്രീയ ഘടകങ്ങളും സൗത്ത് ഇന്ത്യയിലെ ഈ മുന്നേറ്റത്തിന് വലിയ വിലങ്ങുതടിയായി. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പറ്റിയ മണ്ണല്ലായിരുന്നു സൗത്ത് ഇന്ത്യയിലേത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു മുന്നേറ്റത്തിന് കഴിഞ്ഞതുമില്ല. ഇക്കുറി പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളും തമിഴ്നാടും കേരളവുമാണ് ബി.ജെ.പി. പ്രധാനമായും ലക്ഷ്യം വെച്ചത്. കേരളത്തിൽ 1 മുതൽ 3 വരെയോ അതിൽ കൂടുതലോ സീറ്റുകൾ പ്രതീക്ഷിക്കുമ്പോൾ ബംഗാളിൽ ഭരണവും തമിഴ്നാട്ടിൽ വൻ മുന്നേറ്റവുമാണ് ബി.ജെ.പി. ഉന്നമാക്കിയത്. ഇതിന് ഒരു മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയിരുന്നു. ഇന്ത്യയുടെ കിഴക്കൻ ദക്ഷിണേന്ത്യൻ തീരദേശ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ കോറോമണ്ടൽ ബ്ലൂ പ്രിന്റ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കങ്ങളെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തെലങ്കാന, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളാണ് ഈ മാസ്റ്റർ പ്ലാനിന്റെ ലക്ഷ്യം. ബംഗാളിൽ ഇക്കുറി മമതയെ തുരുത്തി ഭരണം പിടിക്കാനാണ് ബി.ജെ.പി. അടവുകൾ 18 പയറ്റിയത്. പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തന്നെയാണ് ഈ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വലിയ വാഗ്ദാനങ്ങളാണ് ബംഗാൾ ജനതയ്ക്ക് ബി.ജെ.പി. നൽകിയതും. വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് ബംഗാളിനെ എത്തിക്കുമെന്നതായിരുന്നു പ്രധാന വാഗ്ദാനം. പതിറ്റാണ്ടുകളായി തുടർന്ന ഇടതുഭരണവും അതിനുശേഷം വന്ന തൃണമൂൽ ഭരണവും ബംഗാളിന്റെ വളർച്ച മുരടിപ്പിച്ചത് എടുത്തു കാണിച്ചായിരുന്നു ഈ പ്രസംഗങ്ങളിൽ ഏറെയും. ബംഗ്ലാദേശിൽ നിന്നുള്ള കടന്നുകയറ്റത്തിന്റെ ഗുരുതരമായ പ്രശ്നങ്ങളും ബി.ജെ.പി. നേതാക്കൾ പ്രചാരണ മധ്യേ പ്രസംഗങ്ങളിൽ എടുത്തു കാണിച്ചു. കാളിദേവി ഊർജം നിറച്ചു. പ്രചാരണം തീർത്ഥാടനം പോലെയായെന്നാണ് ബംഗാൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ മോദി ബംഗാളിനുള്ള തുറന്ന കത്തിൽ പറഞ്ഞത്. വികസിത ബംഗാളിന് വേണ്ടിയുള്ള അക്ഷമ യുവാക്കളിലും സ്ത്രീകളിലും കർഷകരിലും തൊഴിലാളികളിലുമെല്ലാം കണ്ടുവെന്നും ഇത് മാറ്റത്തിനുള്ള സമയമാണെന്നും തുറന്ന കത്തിൽ മോദി പറയുന്നു. അമിത്ഷായും ബംഗാൾ ജനങ്ങളുടെ ഭീതി മാറ്റാൻ കിടഞ്ഞു പരിശ്രമിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പി. സർക്കാർ വരികയാണ്. CRPF അടുത്ത 60 ദിവസത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് ഷാ പറഞ്ഞത്. ബംഗാളിലും തമിഴ്നാട്ടിലും വലിയ മുന്നേറ്റത്തിനാണ് ബി.ജെ.പി. ഇക്കുറി കിണഞ്ഞു ശ്രമിച്ചത്. പ്രാദേശിക പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളും വിഷയമാക്കിയാണ് ഈ 2 സംസ്ഥാനങ്ങളിലും പ്രചാരണം ശക്തമാക്കിയത്. ബംഗാളിൽ ഇക്കുറി അധികാരത്തിലേക്ക്, അതേസമയം തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തുക എന്ന ലക്ഷ്യത്തിനാണ് കോറോമണ്ടൽ ബ്ലൂ പ്രിന്റ് ബി.ജെ.പി. തയ്യാറാക്കിയത്. എന്തായാലും ബി.ജെ.പിയുടെ ശ്രമങ്ങൾ എത്രമാത്രം ഫലിച്ചുവെന്നത് ഫലം വന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ.